ലോസ് ആഞ്ചലസിലുണ്ടായ കാട്ടുതീയിൽ കനത്ത നാശം, 14 മരണം റിപ്പോർട്ട് ചെയ്തു. തീ ഇതുവരെ നിയന്ത്രണ വിധേയമായിട്ടില്ല. വരണ്ട കാലാവസ്ഥയും കാറ്റുമാണ് തീ വ്യാപിക്കുന്നതിന് കാരണം. സ്ഥലത്തു നിന്നും 1 ലക്ഷം പേരെ ഒഴിപ്പിച്ചു. 12,000 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടം സംഭവിക്കുകയും 23,713 ഏക്കർ കത്തിനശിക്കുകയും ചെയ്തു. ബുധനാഴ്ച വരെ ശക്തമായ കാറ്റുണ്ടാവുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾക്ക് അധികൃതർ ജാഗ്രതാ നിർദ്ദേശം നൽകി. ഗാസ ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ 46,565 പലസ്തീനികൾ മരിച്ചതായി ഗാസ ആസ്ഥാനമായുള്ള ആരോഗ്യ മന്ത്രാലയം. ഇസ്രായേൽ ആക്രമണങ്ങളിൽ നിന്നും 1,09,660 പേർക്ക് പരിക്കേറ്റതായി മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം വടക്കൻ ഗാസയിലെ ബേറ്റ് ഹനുൻ മേഖലയിൽ തങ്ങളുടെ സൈന്യം പ്രവർത്തനം തുടരുകയാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയും അറിയിച്ചു. ക്രൊയേഷ്യയുടെ നിലവിലെ പ്രസിഡന്റും യൂറോപ്യൻ യൂണിയന്റെയും നാറ്റോയുടെയും കടുത്ത വിമർശകനുമായ സോറൻ മിലിനോവിച്ച് റൺ ഓഫ് വോട്ടിൽ 2ാം തവണയും വിജയിച്ചു. 74.6% വോട്ട് നേടി ഭരണകക്ഷിയായ കൺസർവേറ്റീവ് HDZ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയാണ് സോറന്റെ ജയം. യുക്രൈന് പാശ്ചാത്യ സൈനിക പിന്തുണ നൽകുന്നതിനെ പരസ്യമായി എതിർത്തതിലൂടെ ശ്രദ്ധ നേടിയിരുന്നു. റിബലൻസിൽ നിന്നും അധികാരം പിടിച്ചെടുത്തതോടെ സുഡാനിൽ ആഹ്ലാദ പ്രകടനം നടത്തി പൌരന്മാരും സായുധ സേനാംഗങ്ങളും. കേന്ദ്ര നഗരമായ വാഗ് മദിനയിൽ പ്രവേശിച്ച അർദ്ധസൈനിക എതിരാളികളായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ പുറത്താക്കുകയാണെന്ന് സൈന്യം പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പൌരന്മാരുടെ പ്രകടനം. റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെ പുറത്താക്കുന്നതോടെ 2 വർഷം നടത്തിയ പോരാട്ടത്തിന്റെ ഏറ്റവും വലിയ വിജയമായിരിക്കും ഇതെന്ന് പൌരന്മാരും സായുധ സേനാംഗങ്ങളും വ്യക്തമാക്കി. 2023 ഏപ്രിലാണ് റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സിനെയും സുഡാൻ സേനയും സംയോജിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റദ്ദാക്കിയതിൽ രോഷാകുലരായ 10,000-കണക്കിന് റൊമാനിയക്കാർ ബുക്കാറസ്റ്റിൽ മാർച്ച് നടത്തി. ഡിസംബർ 6-ന് നടന്ന പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് റൊമാനിയയുടെ പരമോന്നത കോടതി അസാധുവാക്കുകയും തെരഞ്ഞെടുപ്പ് പൂർണ്ണമായി വീണ്ടും നടത്തണമെന്ന് ഉത്തരവിട്ടിരുന്നു. മെയ് 4-നും മെയ് 18-നും 2 റൌണ്ടുകൾ നടത്താൻ പാർട്ടി നേതാക്കൾ തയ്യാറായെങ്കിലും യൂറോപ്യൻ അനുകൂല സഖ്യ സർക്കാർ തെരഞ്ഞെടുപ്പിനുള്ള തീയതിക്ക് ഇതുവരെ അംഗീകാരം നൽകിയിട്ടില്ല.